ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നമ്മൾ ബീട്രൂട്ട് ഇഞ്ചി തൈര് കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. അധികം വെളിച്ചെണ്ണയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഹെൽത്തി ഡിഷാണത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോയോടെ കാണാം. നമ്മൾ നമ്മുടെ കിച്ചണിൽ ബീട്രൂട്ട് ഇഞ്ചി തൈരിന് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ബീട്രൂട്ട് ചെറുതാക്കി നുറുക്കിയത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയത്, 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്, 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, 1/4 കപ്പ് നാളികേരം ചെരുവിയത്. തീ കത്തിച്ച് നമുക്കൊരു പാൻ വയ്ക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ച ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ച തക്കാളി നമുക്ക് പാനിലേക്ക് ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് വെന്ത് വരക്കാം. നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ സിമ്മിലിട്ടാൽ മതി. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചു കൊണ്ടുവരാം. അപ്പം നമ്മൾ തേങ്ങ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കാം. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാം, അരിഞ്ഞ് വെച്ച പച്ചമുളക്. ഒരു നുള്ള് ഉപ്പും ചേർക്കാം. അതിനുശേഷം ഇതുപോലെ ഇളക്കി മൂടി വയ്ക്കാം. ബീട്രൂട്ടിൽ കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. തൈര് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തൈരും അതുപോലെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും തേങ്ങ അരച്ചു വെച്ചതും കൂടി ചേർത്ത് ഉപ്പിട്ട് യോജിപ്പിക്കാം. ഇതിലേക്ക് നല്ലോണം യോജിച്ചതിന് ശേഷം വേവിച്ച് വെച്ച ബീട്രൂട്ടും അതുപോലെ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പം നമ്മുടെ ബീട്രൂട്ടും തക്കാളി നല്ലോണം വെന്തുണ്ട്. അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇതൊന്ന് നല്ലോണം യോജിപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇഞ്ചി തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.